നിലവിൽ വലിയ ചാഞ്ചാട്ടമാണ് സ്വർണ്ണവിലയിൽ പ്രകടമാകുന്നത്. ഇന്നലെ രാവിലെ വിലയിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ ഉച്ചയായപ്പോൾ സ്വർണ്ണവില കുത്തനെ ഉയർന്നു. ലാഭമെടുപ്പ് ശക്തമായതോടെയാണ് പിന്നീട് വിലയിൽ വീണ്ടും ഇടിവ് രേഖപ്പെടുത്തിയത്. ഇന്നിതാ സ്വർണ്ണവില വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. ഉയർന്ന വില നിലവാരത്തിലാണ് ജനുവരിയിൽ സ്വർണ്ണ വിപണി തുറന്നത്. ജനുവരി 1-ന് പവന് 99,040 രൂപയായിരുന്നു തുടക്കവില. ജനുവരി 2 മുതൽ 4 വരെ പവന് 99,600 രൂപ മുതൽ 99,880 രൂപ വരെയാണ് വില സ്ഥിരത പാലിച്ചത്. എന്നാൽ ജനുവരി 5-ന് വില കുത്തനെ കുതിച്ചു. രാവിലെ 1,760,000 രൂപയിലിരുന്ന പവൻ വില വൈകുന്നേരത്തോടെ 1,01,360 രൂപയായി ഉയർന്നു. ജനുവരി 6 മുതൽ 8 വരെ നേരിയ ഏറ്റക്കുറച്ചിലുകൾ കണ്ടെങ്കിലും 1,01,000 രൂപയ്ക്ക് മുകളിലാണ് സ്വർണ്ണവില തുടരുന്നത്. ജനുവരി 9 മുതൽ വില ക്രമാനുഗതമായി ഉയർന്നു. ജനുവരി 10-ന് പവന് 1,03,000 രൂപയെത്തി. 11-ാം തീയതി ഈ നില തുടർന്നു. ജനുവരി 12-ഉം 13-ഉം തീയതികളിൽ മുന്നേറ്റം ശക്തമായതോടെ പവൻ വില 1,04,240 രൂപയിലെത്തി. ജനുവരി 14-ാം തീയതി സ്വർണം പുതിയ ഉയരങ്ങൾ താണ്ടി. രാവിലെ 1,05,320 രൂപയിലിരുന്ന വില വൈകുന്നേരത്തോടെ 1,05,500 രൂപ എന്ന സർവകാല റെക്കോർഡിലെത്തി. 15-ാം തീയതി രാവിലെ ഇടിഞ്ഞ സ്വർണം ഉച്ചയോടെ വീണ്ടും തിരുത്തി. പവൻ വില 320 രൂപ വർദ്ധിച്ച് 1,05,320 രൂപയായി. ഇന്ന് 22 ക്യാരറ്റ് 1 ഗ്രാം സ്വർണത്തിന് 13,145 രൂപയാണ് വില. അതായത് ഇന്നലത്തെ അപേക്ഷിച്ച് 20 രൂപയുടെ ഇടിവ്. ഇതോടെ പവൻ വില 150 രൂപ കുറഞ്ഞ് 1,05,160 രൂപയായി. ആഗോള വിപണിയിലെ വിലയിടിവാണ് കേരളത്തിലെ സ്വർണ്ണ വിപണിയെയും ഇന്ന് സ്വാധീനിച്ചത്. അപ്രതീക്ഷിതമായി അമേരിക്കൻ സാമ്പത്തിക രംഗത്തുണ്ടായ അനുകൂല ചലനങ്ങൾ ഡോളറിനെ കൂടുതൽ കരുത്തനാക്കി. ഡോളർ സൂചിക ഈ ആഴ്ച 0.2% ഉയർന്ന് തുടർച്ചയായ 3-ാം വാരവും നേട്ടം രേഖപ്പെടുത്തി. ഈ മാസം ഏകദേശം 1% വർധനവാണ് ഡോളർ സൂചികയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡോളർ ശക്തിപ്പെടുമ്പോൾ മറ്റു കറൻസികളിൽ സ്വർണത്തിന് വിലയുയരും. ഇതാണ് സ്വർണത്തിനുള്ള ആവശ്യകത കുറയാൻ കാരണമാവുന്നത്.